നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും സഭകളൊക്കെ 40 ദിവസം നോമ്പ് നോൽക്കുന്ന കാലത്ത് ലെൻറ്റിൻ്റെ പീരീഡിൽ നടക്കുന്ന ഒരു സമരത്തെക്കുറിച്ചാണ് ഇന്ന് ഗ്ലോബൽ ന്യൂസിലൂടെ നമുക്ക് പങ്കുവെക്കുവാനുള്ളത്. കാത്തലിക് ചർച്ചിൽ നടക്കുന്ന ഒരു സമരം. കാത്തലിക് ചർച്ചിലെ സ്ത്രീകളാകുന്ന ശുശ്രൂഷകന്മാർ, അവരിൽ ഒരു കൂട്ടർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. സമരം ചെയ്യുവാൻ തിരഞ്ഞെടുത്ത സമയം ലെൻറ്റ് പീരീഡ് അല്ലെങ്കിൽ നോമ്പ് കാലമാണെന്ന് മാത്രം. പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് കാത്തലിക് ചർച്ചിൻ്റെ അകത്തുള്ള സ്ത്രീകളായ ശുശ്രൂഷകന്മാർക്ക് അവർക്ക് ഡീക്കണോ അല്ലെങ്കിൽ പ്രീസ്റ്റായിട്ടോ ഉള്ള ഓർഡിനേഷൻ കൊടുക്കണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 2024 ഒരു തീരുമാനം വന്നു, സിനഡിൻ്റെ തീരുമാനം വന്നു. എന്തായാലും തൽക്കാലം സ്ത്രീകളെ ഡീക്കന്മാരോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ആക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു തീരുമാനം വരുവാനിടയെ തുടർന്നു. അങ്ങനെ ഏതാണ്ട് 3-4 വർഷം കൊണ്ട് ഡിസ്കഷൻ നടക്കുകയാണ്. ഈ തീരുമാനം വന്നതിന് ശേഷം ഇപ്പോൾ സ്ത്രീകൾക്ക് ഓർഡിനേഷൻ വേണമെന്ന് വാദിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളായിട്ടുള്ള ശുശ്രൂഷകർ അവർ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സമരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം ഈ 40 ദിവസങ്ങളാണ്. അതായത് 40 ദിവസങ്ങൾ നോയമ്പ് നോക്കുന്നതിനോടൊപ്പം തന്നെ അവർ മറ്റ് ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇത് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നാൻ കാരണം കാത്തലിക് ചർച്ച് പോലെയുള്ള ഒരു ചർച്ചിൽ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ഒരു സമരം നടക്കുന്നു എന്നുള്ളത് വളരെ കൗതുകകരമാകുന്ന ഒരു വാർത്തയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ സമരം നടക്കുകയാണെന്ന്. അങ്ങനെ അല്ല. ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ചില സ്ത്രീകളാണ് ഇതിനെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവർ പറയുന്നത് കാത്തലിക് ചർച്ചിൻ്റെ ശുശ്രൂഷ വൃന്ദത്തിൽ 80% സ്ത്രീകളാണ്. എന്നാൽ അവരെ ഡീക്കന്മാരോ പുരോഹിതരോ ആക്കുന്നില്ല. 80% സ്ത്രീകൾ ശുശ്രൂഷിക്കുന്ന സഭയാണ് കാത്തലിക് ചർച്ച്. പക്ഷേ പുരോഹിത ശുശ്രൂഷയിലും ഡീക്കൻ ശുശ്രൂഷയിലും അവർക്ക് പങ്കു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അപ്രകാരം ഓർഡിനേഷൻ കൊടുക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി എന്ന് പറയുന്നത്. പോപ്പ് ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് സ്ത്രീകൾക്ക് അപ്രകാരമുള്ള ശുശ്രൂഷ അതിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു സമയമായിട്ടില്ല എന്നൊരു പ്രസ്താവന നടത്തുവാൻ ഇടയായിത്തീരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയാണ്: പോപ്പ് ഫ്രാൻസിസ് സെഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഫീമെയിൽ ഡീക്കൻസ് വാസ് നോട്ട് അറ്റ് മെച്യൂർ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫർദർ സ്റ്റഡീസ് നടക്കട്ടെ, ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാറായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് പറയാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ പറഞ്ഞ വിമൻസ് ഓർഡിനേഷൻ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരാവശ്യപ്പെട്ടിരിക്കുന്നു: വി ആർ കോളിംഗ് ദ വിമൻ ഓഫ് ദ കാത്തലിക് ചർച്ച് ടു ജോയിൻ ടുഗദർ ഇൻ സ്ട്രൈക്കിംഗ് ഫ്രം സെക്സിസം. അതായത് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ നിന്ന് ഉള്ള ഒരു മോചനത്തിന് വേണ്ടി അവരോടൊപ്പം സമരം ചെയ്യുവാൻ മറ്റ് കാത്തലിക് വനിതകളെയും അവർ സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ ചില പാശ്ചാത്യ രാജ്യങ്ങളിലെ തന്നെ ചില സ്ത്രീകളായ ശുശ്രൂഷകർ പറഞ്ഞു, ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. അതിന് കാരണം ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ തോളോട് തോള് ചേർന്ന് ശുശ്രൂഷിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് അവരുടെ ജോലി ഭാരം വർദ്ധിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഫലത്തിൽ അത് ഈ 80% വരുന്ന സ്ത്രീകൾ, അവരാണല്ലോ കൂടുതൽ ശുശ്രൂഷകളിൽ പങ്കാളികളായിരിക്കുന്നത്, അവരുടെ ജോലിഭാരം കൂടുവാനിടയായിത്തീരും ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് ചില സ്ത്രീകൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ കാത്തലിക് ചർച്ചിലെ വനിതകൾക്ക് പുരോഹിത സ്ഥാനം അല്ലെങ്കിൽ ഡീക്കൻ സ്ഥാനമൊക്കെ കൊടുക്കണം, അങ്ങനെ ഓർഡിനേഷൻ കൊടുക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തമായിട്ട് ഈ ഗ്രൂപ്പുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷനായിട്ടാണ് അവർ ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുന്നത്. അവരുടെയൊക്കെ ഒരു ഹീറോ എന്ന് പറയുന്നത്, അതായത് ഈ ഓർഗനൈസേഷൻ്റെ ഒരു ഹീറോ എന്ന് പറയുന്നത്, ഈ അടുത്ത ദിവസങ്ങളിൽ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് ഒരു ഫീമെയിൽ ബിഷപ്പ് മാരിയൻ ബുഡ്ഡെ എന്ന് പറയുന്നൊരു ബിഷപ്പ് ജെൻഡർ ഡിസ്ക്രിമിനേഷനെക്കുറിച്ചോ LGBT ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയോ കുറേ പ്രസ്താവനകൾ അന്ന് നടത്തിയിരുന്ന അത് വലിയ വിവാദമാകുവാൻ ഇടയായി തീർന്നു. ട്രംപിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്തിയ ആ ഒരു ബിഷപ്പ്, ലേഡിയായിട്ടുള്ള ആ ബിഷപ്പിൻ്റെ പ്രസംഗം, അവരെപ്പോലെയുള്ള കരുത്തരായ വനിതകൾ കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് എഴുന്നേൽക്കണം എന്നാണ് ഇപ്പോൾ ഈ വിമൻസ് കോൺഫറൻസുകാർ പറയുന്നത്. മോർ ഗേൾസ് ഗ്രോ അപ്പ് സീയിങ് ദ ലൈക്സ് ഓഫ് ബിഷപ്പ്
മാരിയനെ കണ്ടിട്ട് അങ്ങനെയുള്ള പെൺകുട്ടികൾ എഴുന്നേറ്റ് വരണം. മാരിയൻ എന്ന് പറയുന്ന ആ ട്രംപിനെ എതിർത്ത ബിഷപ്പിനെയാണ് ഇവരൊക്കെ മാതൃകയാക്കുന്നത്. ഇത് വളരെ ഒരു വ്യത്യസ്തമാകുന്ന സമരമാണ്. പ്രത്യേകിച്ചും കാത്തലിക് ചർച്ചിനെ പോലെ അച്ചടക്കമുള്ള ഒരു ചർച്ചിൽ ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ഒരു സമരമാണ്. സ്ത്രീകളുടെ ശുശ്രൂഷയെക്കുറിച്ച്, ഓർഡിനേഷനെക്കുറിച്ച് ഓരോ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങളാണ് ഉള്ളത്. വേദപുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഓരോ എപ്പിസ്കോപ്പൽ ചർച്ചുകളും അവരുടേതാകുന്ന പാരമ്പര്യങ്ങൾ, ട്രഡീഷനുകളാണ് പിൻപറ്റുന്നത്. വളരെ കൗതുകകരമാകുന്ന ഒരു വാർത്തയായതുകൊണ്ട് ആസാദിയുടെ ഈ ന്യൂസ് ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.